മനസ്സമ്മത സദ്യക്കിടെ ചാലക്കുടി താഴൂർ പള്ളിയിൽ പാരിഷ് ഹാളിൽ ഫാൻ പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വയം കഴുത്തറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കാടുകുറ്റി സ്വദേശി ആഗ്നലാണ് 2 കൈയും കഴുത്തും സ്വയം അറുത്തത്. മാളയിലെ അമ്പഴക്കാട് വീണ്ടും അജ്ഞാത ജീവി ആടുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അമ്പഴക്കാട് പള്ളിക്ക് സമീപം പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മനസ്സമ്മത സദ്യക്കിടെ ചാലക്കുടി താഴൂർ പള്ളിയിൽ പാരിഷ് ഹാളിൽ ഫാൻ പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഴൂർ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ ഇന്ന് 12ഓടെയായിരുന്നു സംഭവം. ചാലക്കുടി താഴൂർ പള്ളിയിൽ പാരിഷ് ഹാളിൽ ഫാൻ പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. കുറ്റിച്ചിറ തത്തമ്പിളി വീട്ടിൽ ബേബി, ചെമ്പൻകുന്ന് തത്തമ്പിളി വീട്ടിൽ വർഗീസ്, താഴൂർ ഞാറേക്കാടൻ ഷീജാപ്പോൾ, കലിക്കൽ തോപ്പിൽ വീട്ടിൽ ആദിത്യൻ, മാരാംകോട് വലിയ വീട്ടിൽ ഇവ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. താഴൂർ സെന്റ് മേരീസ് പള്ളി പാരിഷ് ഹാളിൽ ഇന്ന് 12 മണിയോടെയായിരുന്നു സംഭവം. ഭക്ഷണം കഴിക്കുന്നതിനിടെയാണ് ഹൈ വോളിയം ലോ സ്പീഡ് ഫാൻ പൊട്ടിവീണത്. മീഡിയ ടൈം, ചാലക്കുടി. സ്വയം കഴുത്തറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കാടുകുറ്റി സ്വദേശി ആഗ്നലാണ് 2 കൈയും കഴുത്തും സ്വയം അറുത്തത്. കഴുത്തിലെ മുറിവ് ഗുരുതരമായതിനാൽ വിദ്യാർത്ഥിയെ ആലുവയിൽ ആശുപത്രിയിലേക്ക് മാറ്റി. വിദ്യാർത്ഥി കഴുത്തറുത്ത് ജീവനൊടുക്കാൻ ശ്രമിച്ചു. കാടുകുറ്റി വട്ടക്കൊട്ട ചെട്ടിവളപ്പിൽ ജോർജിന്റെ മകൻ ആഗ്നലാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഇന്ന് രാവിലെയാണ് സംഭവം. എക്സസൈസ് ചെയ്യാനെന്ന് പറഞ്ഞ് ടെറസിന്റെ മുകളിലേക്ക് പോയ ആഗ്നൽ ഏറെ നേരം കഴിഞ്ഞും വരാതിരുന്നതിനെ തുടർന്ന് വീട്ടുകാർ നോക്കിയപ്പോഴാണ് കഴുത്തിലും കൈയിലും മുറിവ് വരുത്തി ചോര വാർന്ന നിലയിൽ വിദ്യാർത്ഥിയെ കണ്ടത്. ഉടൻ തന്നെ കുട്ടിയെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് രാജഗിരി ആശുപത്രിയിലേക്കും മാറ്റി. ആഗ്നൽ മൊബൈലിന് അഡിക്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു. പൊതുവെ ശാന്ത സ്വഭാവക്കാരനായിരുന്നു ആഗ്നലെന്നും വീട്ടുകാർ പറയുന്നുണ്ട്. നിലവിൽ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ തുടരുകയാണ്. മീഡിയ ടൈം, ചാലക്കുടി. മാളയിലെ അമ്പഴക്കാട് വീണ്ടും അജ്ഞാത ജീവി ആടുകളെ ആക്രമിച്ചു കൊലപ്പെടുത്തി. അമ്പഴക്കാട് പള്ളിക്ക് സമീപം പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴുത്തും വയറും പൊളിച്ചിട്ട നിലയിലാണ് ആടുകളെ കണ്ടത്. ഇന്നലെ രാത്രി അയൽവാസികൾ ബഹളം കേട്ട് വീട്ടുകാരെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നോക്കിയപ്പോഴാണ് ആടുകൾ ചത്ത നിലയിൽ കണ്ടത്. ഇതിനു മുമ്പ് ഏപ്രിൽ 4-ന് അമ്പഴക്കാട് ചേറ്റിപ്പറമ്പിൽ ഗോപിയുടെ വീട്ടിലെ 6 ആടുകളെ ചത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു. പുലിഭീതി ഉണ്ടായിരുന്നതിനാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, വെറ്റിനറി ഡോക്ടർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ ആക്രമണത്തിലല്ല ആടുകൾ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം നടത്തി. ലഭിച്ച റിപ്പോർട്ടിലാണ് വന്യജീവി ആക്രമണത്തിലാണ് ആടുകൾ കൊല്ലപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ചത്. കടിച്ചുകീറാൻ ശേഷിയുള്ള ജീവിയുടെ ആക്രമണത്തിലാണ് ആടുകൾ കൊല്ലപ്പെട്ടതെന്നും മാംസത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നതായും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഏത് ജീവിയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. തുടരെ ഉണ്ടാവുന്ന വളർത്തുമൃഗങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ പ്രദേശവാസികൾ ഭീതിയിലാണ്. മീഡിയ ടൈം, മാള. തൃശൂർ പൂരത്തിനായി മുന്നൊരുക്കങ്ങൾ ശക്തം. ഇതിന്റെ ഭാഗമായി തിരുവമ്പാടി ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുഖ്യമന്ത്രിയെ കണ്ടു. പൂരം നടത്താൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം പ്രസിഡന്റ് അറിയിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ പൂരവുമായി ബന്ധപ്പെട്ട ഒരു ആശങ്കയുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണത്തെ പൂരം നടത്തിപ്പിന്റെ പൂർണ്ണ ചുമതല ജില്ലാ ഭരണകൂടത്തിനാണ്. DGP ഉൾപ്പെടുന്നവർ നേരിട്ടെത്തി സുരക്ഷയും പൊതുജനങ്ങൾക്കും സൗകര്യമൊരുക്കും. കേന്ദ്ര ഏജൻസികളുടെ സഹായവും സഹകരണവും ഉണ്ടാകുമെന്നാണ് സൂചന. കുടമാറ്റം കാണാനൊരുക്കുന്ന VIP ഗ്യാലറികളിൽ വിദേശികൾക്ക് മാത്രമായിരിക്കും പ്രവേശനമുണ്ടാവുക. ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന VIP-കളെ ഇവിടെ പ്രവേശിപ്പിക്കേണ്ടതില്ലെന്ന് പൂരം അവലോകന യോഗം തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വിധി നിലവിലുള്ളതിനാലാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന VIP-കൾക്ക് കുടമാറ്റം, വെടിക്കെട്ട് എന്നിവ കാണാനുള്ള സൗകര്യമൊരുക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്.
കുടമാറ്റവും വെടിക്കെട്ടും ആസ്വദിക്കാൻ കഴിയുന്ന സ്വരാജിലെ വലിയ കെട്ടിടങ്ങളുടെ ഉടമകളുമായി സംസാരിച്ച് ജില്ലാ ഭരണകൂടം ധാരണയിലെത്തുമെന്നാണ് വിവരം. മീഡിയ ടൈം, തൃശൂർ. ഗതാഗത കുരുക്കൊഴിയാതെ ചാലക്കുടി അടിപ്പാത ജംഗ്ഷൻ. മുനിസിപ്പൽ ജംഗ്ഷനിലെ അടിപ്പാതയിലാണ് രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഗതാഗത കുരുക്കിന് കാരണമെന്നാണ് ആരോപണം ഉയരുന്നത്. അടിപ്പാതയിൽ നിന്നും പുറത്തേക്ക് വലിയ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റാത്തതാണ് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നത്. ഇവിടെ മെൽബൌത്ത് സ്ഥാപിക്കണമെന്ന ആവശ്യം ഇതുവരെയും നഗരസഭ പരിഗണിച്ചിട്ടില്ല. വാഹനങ്ങളുടെ വലിയ നിരയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. അടിപ്പാതയിലെ ഗതാഗത തടസ്സത്തെ തുടർന്ന് സർവീസ് റോഡുകളിലും വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. ഗതാഗതം നിയന്ത്രിക്കാൻ ഇവിടെ പോലീസുമില്ല. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. മാള ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം നടത്തി. പഞ്ചായത്തിന്റെ വികസന ഫണ്ടിൽ നിന്നും 4.95 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉദ്ഘാടനം ചെയ്തു. ഒരു കട്ടിലിന് 4100 രൂപയാണ്, 4,95,000 രൂപയാണ് നമ്മൾ പദ്ധതിയിൽ വെച്ചത്. ഈ അടുത്ത വർഷത്തിലേക്ക് നമുക്ക് ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം കൂടിയും കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ചും കൂടിയും കൂടുതൽ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മെയ് മാസം തുടങ്ങി ഗ്രാമസഭകൾ വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് DPC അംഗീകാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗ്രാമസഭകൾ വയ്ക്കുമ്പോൾ ഗുണഭോക്തൃ ഗ്രാമസഭയാണ് വയ്ക്കുക. അതിലെല്ലാവരും പങ്കാളികളാവാം. നമ്മുടെ വാർഡ് തലത്തിൽ ഗ്രാമസഭ വരുമ്പോൾ നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാവണം. നമ്മൾക്ക് ഇനിയിപ്പോൾ ഒരു കട്ടിൽ കിട്ടിക്കഴിഞ്ഞു, ഇനി എന്തിനാ പോണേ എന്നുള്ള ചിന്തയില്ല വേണ്ട. അടുത്ത വർഷത്തേക്ക് ഏതൊക്കെ പദ്ധതികളാണ് നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുക, അതേപോലെ നമ്മൾ പദ്ധതി രൂപീകരണ ഗ്രാമസഭ വെക്കണം. അതിൽ ഏതൊക്കെ പദ്ധതികളിൽ നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളും അറിവുകളും ഞങ്ങളെക്കാളും കൂടുതൽ അറിവുകൾ നിങ്ങൾക്കാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ളതും കൂടി നമ്മൾ ഭരണസമിതി ഇരുന്ന് ആലോചിച്ച് നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എല്ലാം നടപ്പിലാക്കിക്കൊണ്ട് തന്നെ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, ലൈഫ് ഭവന പദ്ധതിക്ക് ഊന്നൽ നൽകിക്കൊണ്ട്, അങ്ങനെ പലതരത്തിലും നമ്മൾ ചെയ്തുകൊണ്ട് ഫണ്ടുകൾ മാറ്റിവെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ബെന്നി, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ VK അംബിക, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിൽ ആളൂർ ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ദേശക്കാഴ്ച കലാ സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളുടെ സൗജന്യ നാടക പരിശീലന കളരി വേനൽ മഴയ്ക്ക് തുടക്കമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം സംഗീത നാടക അക്കാദമി മുൻ വൈസ് ചെയർമാൻ TM എബ്രാഹിം നിർവഹിച്ചു. ഓരോ നടനും ഇപ്പോൾ നിങ്ങൾ ഒരു നല്ല നടനാണെന്ന് വിചാരിക്കുക, നിങ്ങളോട് വളരെ പെട്ടെന്ന് ഒരു ഭ്രാന്തന്റെ വേഷം എടുക്കാൻ പറയുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒരു ഭ്രാന്തന്റെ വേഷം വരും ഇല്ല. എപ്പോഴോ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഭ്രാന്തന്റെ വേഷം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ച് മനസ്സിൽ സൂക്ഷിക്കുക. അതാണ് എഴുത്തുകാർ. അതുപോലെ തന്നെ എല്ലാ വേഷങ്ങളും ഇങ്ങനെയാണ്. ഏത് കഥാപാത്രത്തെയും ഒരു നടൻ ഉൾക്കൊള്ളുന്നത് അവരെവിടെയോ കണ്ട ഒരു വേഷം, എവിടെയോ അനുഭവിച്ച ഒരു അനുഭവം. ഇതെല്ലാം അവർ രംഗത്തേക്ക് ആ നിമിഷം പ്രേക്ഷകന്റെ അല്ലെങ്കിൽ കാഴ്ചക്കാരന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. മാള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സന്ധ്യ നൈസൻ അധ്യക്ഷത വഹിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, സലീഷ് പത്മിനി സുബ്രഹ്മണ്യൻ, രാജേഷ് ഉഷാർ, രേഖ സന്തോഷ്, സുരേഷ് മുട്ടത്തി, മിനി പോളി തുടങ്ങിയവർ സംസാരിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് 5.5 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. കസ്റ്റംസ് പ്രിവന്റീവാണ് കൊച്ചിയിൽ നിന്ന് റാസൽ കേമിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്ന കഞ്ചാവ് പിടിച്ചെടുത്തത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശി പിടിയിലായി. കേരളത്തിൽ നിന്ന് ആദ്യമായാണ് വിദേശത്തേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് പിടികൂടുന്നത്. വിദേശത്ത് നിന്ന് കൊച്ചിയിൽ എത്തിച്ച് ഗൾഫിലേക്ക് കടത്തുകയായിരുന്നു എന്നാണ് സംശയം. കസ്റ്റംസ് പ്രിവന്റീവ് വിശദമായ അന്വേഷണം തുടങ്ങി. പുത്തൻചിറ കണ്ണിക്കുളങ്ങര അങ്കണവാടി ടീച്ചർക്ക് യാത്രയയപ്പും അനുമോദനവും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം, 3 വയസ്സായ ഒരു കുഞ്ഞിന് അവിടെ അവൻ്റെ കലാപരമായും കായികപരമായും അവൻ്റെ അറിവിൻ്റെ ചെറിയ ചെറിയ ഉല്ലാസ ഒരു പ്രവർത്തനങ്ങളും
ഒപ്പം അവൻ്റെ ബുദ്ധിക്ക് അനുസൃതമായിട്ടുള്ള അവൻ്റെ കഴിവിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അങ്കണവാടിക്ക് അധിഷ്ഠിതമായ ഒരു പാഠ്യപ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ അങ്കണവാടിയിൽ നമുക്ക് ലഭ്യമാകുക. ഒപ്പം നമ്മുടെ സംസ്ഥാന കേന്ദ്രാവിഷ്കൃതമായിട്ടുള്ള നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ അത് നമ്മുടെ വയോജനങ്ങൾക്ക്, കൗമാര പ്രായക്കാർക്ക്, അതുപോലെ ആരോഗ്യ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അങ്ങനെ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ രജിസ്ട്രേഷൻ ഒക്കെ ഉൾപ്പെടെ വാർഡ് മെമ്പർ BS അരുൺ രാജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് AP വിദ്യാസാഗർ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പഞ്ചായത്ത് സ്ഥിരം അധ്യക്ഷരായ AN രേണുക, വാസന്തി സുബ്രഹ്മണ്യൻ, സംഗീത അനീഷ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രമ രാഘവൻ, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ VA നദീർ, പത്മിനി ഗോപിനാഥ്, CS സുജിത് എന്നിവർ സംസാരിച്ചു. മടത്തുംപടി ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അഗസ്ത്യാനോസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുസ്മരണ ദിവ്യബലി, ഒപ്പീസ് പുഷ്പാർച്ചന എന്നിവയ്ക്ക് ശേഷം ദേവാലയ വികാരി ഫാദർ ലിൻഡോ തളിയനാഥ് കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ ചടങ്ങ് നിർവഹിച്ചു. നാളെയാണ് തിരുനാൾ. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ കാശ്മീർ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചാലക്കുടി നഗരസഭയിൽ പ്രതിജ്ഞയെടുത്തു. നഗരസഭാ കൗൺസിലർമാർ, ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ചെയർമാൻ ഷിബു വാലപ്പൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാസലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം നിർവഹിച്ചു. AIYF മണ്ഡലം പ്രസിഡന്റ് BR രബീഷ് അധ്യക്ഷത വഹിച്ചു. AIYF ഈവനിംഗ് വാക്ക് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മനസമ്മത സദ്യക്കിടെ ചാലക്കുടി താഴൂർ പള്ളിയിൽ പാരിഷ് ഹാളിൽ ഫാൻ പൊട്ടിവീണ് 5 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്വയം കഴുത്തറുത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്ക്. കാടുകുറ്റി സ്വദേശി ആഗ്നലാണ് 2 കൈയും കഴുത്തും സ്വയം അറുത്തത്. മാളയിലെ അമ്പഴക്കാട് വീണ്ടും അജ്ഞാത ജീവി ആടുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തി. അമ്പഴക്കാട് പള്ളിക്ക് സമീപം പഞ്ഞിക്കാരൻ മേരിയുടെ 2 ആടുകളെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.